ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റിനെ കുറിച്ചാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുമ്പോൾ ദർ ആർ സെവറൽ തിങ്സ് ഓഫ് വിച്ച് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് ദി ഫസ്റ്റ് വൺ ദാറ്റ് യു വിൽ ബി ലേണിംഗ്. നൗ കോസ്റ്റ് ഓഫ് ഡെറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഡെറ്റ് ഉണ്ട്. ഒന്ന് ഇർറെഡീമബിൾ ആൻഡ് അദർ വൺ ഇസ് റെഡീമബിൾ. നൗ ഇർറെഡീമബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് സിംപ്ലി മീൻസ് പെർപെച്വൽ, അതായത് ഫോർ എവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെർപെച്വൽ ഡെറ്റാണ് അത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണ വരെ ഈ പറഞ്ഞിട്ടുള്ള ഡെറ്റ് എക്സിസ്റ്റ് ചെയ്യും. ദ അതർ കൈൻഡ് ഈസ് റെഡീമബിൾ ഡെറ്റ്. നൗ റെഡീമബിൾ ഡെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഓർ ലെസ് ഒരു ഫിക്സ്ഡ് ടൈം ഫ്രെയിം ഉണ്ടാവും. ആസ് ഇറ്റ് 5 years 10 years 10 years കഴിഞ്ഞ് ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. ഓക്കെ, പ്രിൻസിപ്പിൾ തിരിച്ചു കൊടുക്കണം. സോ ദിസ് ഇസ് ദി ഹോൾ തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഡെറ്റ്, കോസ്റ്റ് ഓഫ് ഡെറ്റിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ളതും നമ്മൾ നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇർറെഡീമബിൾ ഡെറ്റിൻ്റെ. നൗ ഇർറെഡീമബിൾ ഡെറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സംഭവം, രണ്ട് രീതിയിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റും, ഓക്കെ, ബിഫോർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ബിഫോർ ടാക്സ്. Now before tax ന്റെ ഫോർമുല ഞാൻ പറഞ്ഞുതരാം. After that I will explain the contents and we will do a problem. Okay, now before tax എന്ന് പറയുമ്പോൾ tax എന്നൊരു എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. So the formula for that, how do you represent, the way you write cost of capital is K signifies the cost. Okay, cost of, ഇപ്പോൾ D ആണ് എഴുതുന്നത് വെച്ചാൽ it is cost of debt. Okay, now before tax ന്റെ ഫോർമുലയാണ് cost of debt is equal to I by NP into 100. Okay, I by NP into 100. Now let's look at what each of these things are. I എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ്. NP എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ്. Now ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം, വാട്ട് യു മീൻ ബൈ നെറ്റ് പ്രൊസീഡ്സ്? നെറ്റ് പ്രൊസീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി എമൗണ്ട് റിസീവ്ഡ്. ഏറ്റവും സിംപ്ലസ്റ്റ് സെൻസിൽ പറയുകയാണെങ്കിൽ amount received. ഓക്കെ, ആ കമ്പനിക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദിസ് ഇസ് ദി ബിഫോർ ടാക്സ് ഫോർമുല. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി വാട്ട് ചേഞ്ചസ് വെൻ ഇറ്റ് കംസ് ടു ആഫ്റ്റർ ടാക്സ്. ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ എന്താ മാറുന്നത്? വി കൺസിഡർ ദി ടാക്സ് എലമെന്റ്. അപ്പോൾ ദ ഫോർമുലസ് ചേഞ്ചസ് ഓൺലി സ്ലൈറ്റ്ലി. അഗെയിൻ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് ഈക്വൽ ടു I into 1 minus T. T represents the tax rate divided by NP into 100. Clear? I represents the interest, T represents the tax, NP represents the net proceeds. Now, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, when you are calculating net proceeds, there are certain things that you have to consider. നെറ്റ് പ്രൊസീഡ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, സർട്ടൺ ടൈംസ് വെൻ യു ഇഷ്യൂ ഡെറ്റ് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് 3 stages, അല്ലെങ്കിൽ 3 ways. സ്റ്റേജസ് അല്ല, 3 വഴിയിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം, 3 രീതിയിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം. അറ്റ് പാർ, പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. ഓക്കെ, അറ്റ് പാർ എന്ന് പറയുമ്പോൾ സെയിം എത്രയാണോ ഫേസ് നമ്മൾ റേസ് ചെയ്യുന്നത് ആ കിട്ടുന്ന വാല്യൂ തന്നെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഫേസ് വാല്യൂവിൽ എത്രയാണോ ആ ഫേസ് വാല്യൂവിൽ തന്നെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്നു. പ്രീമിയം എന്ന് പറയുമ്പോൾ 100 രൂപ വരെയുള്ള സാധനം ബിക്കോസ് ഓഫ് ഹൈ ഡിമാൻഡ് നമുക്ക് 110 കിട്ടുന്നുണ്ട്. ഓക്കെ, സെയിം ഒരു ഡിബെഞ്ചർ, ഇപ്പോൾ ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് ഡിബെഞ്ചർ ഇറ്റ് ആക്ച്വലി കോസ്റ്റ് 100 rupees. പക്ഷേ ബിക്കോസ് ഓഫ് ദി ബിക്കോസ് ഓഫ് എ ഹൈ ഡിഗ്രി ഓഫ് ഡിമാൻഡ് ഇറ്റ് ഈസ് ബീങ് സോൾഡ് ഫോർ 110 rupees. അതിനെയാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് 3 things. ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 100 രൂപ വിലയുള്ള സാധനം നമുക്ക് 100 രൂപയ്ക്ക് ആൾക്കാർ മേടിക്കാനില്ല. സോ വി സെൽ ഇറ്റ് ഫോർ 95 rupees. ക്ലിയർ? അത്രയും ഡിമാൻഡ് ഇല്ലാത്ത കാരണം നമ്മൾ 95 കൊടുക്കുന്നതാണ് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ക്ലിയർ? സോ 3 സിറ്റുവേഷൻസ് ഉണ്ട്. നൗ NP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫേസ് വാല്യൂ. ഹൗ ഡു യു കാൽക്കുലേറ്റ് NP? ഇറ്റ് ഈസ് ഫേസ് വാല്യൂ, പ്രീമിയം ഉണ്ടെങ്കിൽ പ്ലസ് പ്രീമിയം, ഓക്കെ, ഡിസ്കൗണ്ട് ആണെങ്കിൽ മൈനസ് ഡിസ്കൗണ്ട്. ദെൻ ഇത് ഒരു സെറ്റ്. ഓക്കെ, നൗ ദെൻ ദർ ഇസ് സംതിങ് നോൺ ആസ് മൈനസ് ഫ്ലോട്ടേഷൻ.
ഫ്ലോട്ടേഷൻ കോസ്റ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഇഷ്യൂ എക്സ്പെൻസസ് അങ്ങനത്തെ സംഗതികളുണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഓർ ഇഷ്യൂ എക്സ്പെൻസസ്. ഓക്കെ, ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂ എക്സ്പെൻസസ് ഉണ്ടാവും. അത് ഈ പറഞ്ഞിട്ടുള്ള എൻറ്റയർ സെറ്റിൽ നിന്ന് കുറയ്ക്കണം. ഇഫ് ഇറ്റ് ഈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ അതും ഇതിനകത്ത് നിന്ന് കുറയ്ക്കണം. ക്ലിയർ? ഓക്കെ, സോ ദിസ് ഈസ് ദി എൻറ്റയർ തിയറിറ്റിക്കൽ കൺസ്ട്രക്ട് ഓഫ് യുവർ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെറ്റ്. ഓക്കെ, ഇറഡീമബിൾ ഡെറ്റിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ റിഡീമബിൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, so let's do a couple of problems. Hopefully you can read the question and then ഞാൻ dictate ചെയ്യുന്നുണ്ട്. A Limited issued 1 lakh rupees 1 lakh 8% debentures at par. Tax applicable is 50%. Compute cost of debt. Now question നിങ്ങൾക്ക് വരുമ്പോൾ if there is no mention of tax, you can do two things. ഒന്ന്, you can assume a tax rate of 50% and write it assuming tax of 50% എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ you can assume that there is no tax. ചിലപ്പോൾ പ്രോബ്ലത്തിൽ ആഫ്റ്റർ ടാക്സ് എടുത്ത് ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആഫ്റ്റർ ടാക്സ് ചെയ്തോ. ബട്ട് വാട്ട് ആർ യു ഡൂയിങ്, മെൻഷൻ വാട്ട് യു ആർ ഡൂയിങ്. ക്ലിയർ? ഫോർ സ്കോറിംഗ് മാർക്സ്. നൗ ലെറ്റ്സ് ദ ക്വസ്റ്റ്യൻ. 1 ലക്ഷം രൂപയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അറ്റ് പാർ ആണ്. 8% ഡിബെഞ്ചേഴ്സ് ആണ്. ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് 8%. ടാക്സ് അപ്ലിക്കബിൾ ഇസ് 50%. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. നൗ ഇതിനകത്ത് ഇറ്റ്സ് എവിഡൻറ്റ് ഫ്രം ദി ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ വാട്ട് ഇസ് ദി ഫോർമുല? KD is equal to I into 1 minus T divided by NP into 100. Okay, now let's look at interest rate. Interest rate എന്ന് പറയുമ്പോൾ എന്താ? 8,000 ആണ്. Okay, 8,000 is the interest rate. How do you get 8,000? നമ്മൾ 1 lakh into 8%, that is 8,000. Clear? So 8,000 into 1 minus tax is 50%. So write as 0.5 whole divided by NP. നമുക്ക് കിട്ടുന്നത് എത്രയാ? We are issuing 1 lakh rupees at par. അപ്പോൾ 1 ലക്ഷം രൂപയാണ് കമ്പനിക്ക് കിട്ടുന്നത്. So the net proceeds is 1 lakh. Clear? Into 100. So value that you are getting is 8 lakhs into 0.5. That is 4,000 divided by 1 lakh into 100. So your answer is 4%. Clear? Now ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ? 8%. So basically what you have to understand is 8% ആണ് ശരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത്. പക്ഷേ നമുക്കിവിടെ ടാക്സ് ഒരു 50% വരുന്നുണ്ട്. വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ ടാക്സ് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ഇൻകമാണ് നമ്മൾ ടാക്സേഷന് വാല്യൂ ചെയ്യണമല്ലോ. ഓക്കെ, സോ യു ഹാവ് എൻ ഇൻകം ഓഫ് സച്ച് ആൻഡ് സച്ച് എമൗണ്ട്. ആ എമൗണ്ടിൽ നിന്ന് ഈ ടാക്സ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് നമ്മൾ കുറയ്ക്കുന്നു. ആ കുറച്ചതിന് ശേഷമുള്ള ഇൻകമാണ് നമ്മൾ ശരിക്കും ടാക്സേഷന് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ even though the actual percentage is 8%, നമ്മൾ ശരിക്കും വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 4% ഉള്ളൂ because of the tax component. Clear? Now let's look at the second question. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. Okay, this is the second question. Second questionൽ ഒന്ന് വായിച്ചു വിടാം. B Limited issued 1 lakh 8% debentures. സെയിം പോലെ തന്നെ അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഇവിടെ സംഭവിക്കുന്നിട്ട് 1 ലക്ഷത്തിന് പകരം നമുക്ക് വി ആർ ഇഷ്യൂയിങ് ഇറ്റ് അറ്റ് എ പ്രീമിയം ആൻഡ് ടാക്സ് ആപ്ലിക്കബിൾ 60%. കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ഡെറ്റ്. ക്ലിയർ? സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. അഗെയിൻ ഫോർമുല KD is equal to I into 1 minus T divided by NP into 100. Okay, now let's look at this. Interest മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, ഇൻട്രസ്റ്റിന് മാറ്റം ഉണ്ടാവുന്നില്ല. ഇൻട്രസ്റ്റ് is 1 lakh into 8%. So 8,000 into 1 minus T. 1 minus T tax ഇവിടെ 60% ആണ്. Okay, so 0.6 divided by. Now NP ശ്രദ്ധിക്കണം. NP എന്ന് പറയുന്നത് 1 lakh issued at a premium of 10%. So 1 lakh is issued at a premium of 10% into 110 by 100. Okay, so that is
1,10,000. Okay, 1,10,000. Clear? So 1,10,000 ആണ്. So 8,000 into, that is 8,000 into 0.4. 1 minus 0.6 എന്ന് പറയുമ്പോൾ 0.4 divided by 1,10,000. That is equal to 2.91%. Clear? 2.91% ആണ് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് വന്നത്. വാട്ട് ചേഞ്ച്ഡ് ഓവർ ഇയർ? ഒന്നാമത്തെ കേസ് ടാക്സ് 60% കേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതർ ദാൻ ദാറ്റ് വാട്ട് ചേഞ്ച്ഡ് ഇസ് ദാറ്റ് പ്രീമിയം. പ്രീമിയം ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലാഭമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ കിട്ടേണ്ട 100 രൂപയ്ക്ക് നമ്മൾ കടം മേടിക്കുന്നു. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ബിക്കോസ് ഓഫ് അവർ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ് ഫോർ അവർ കമ്പനി 100 വരെ ആൾക്കാർ 110 തരുന്നു. നിങ്ങൾ സെയിം പെർസെൻറ്റേജ് തന്നാൽ മതി, 8% തന്നെ പലിശ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. വി ആർ ഗെറ്റിംഗ് മോർ മണി ഫോർ ലെസർ കോസ്റ്റ്. അതുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. 2.19 ആയി. ശരിക്കും 4 ആണ് വരേണ്ടത്, പക്ഷേ 2.19. അവിടെ വന്നിട്ടുള്ള രണ്ട് ചേഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് ടാക്സിലും ഒന്ന് നമുക്ക് പ്രീമിയത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? പ്രീമിയത്തിൻ്റെ ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ട്. Now moving further, let's look at the third problem. നമുക്ക് ആ തേർഡ് പ്രോബ്ലം ഒന്ന് നോക്കാം. തേർഡ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ let's read through it. Okay. C Limited issued 1,08,000 debentures at a discount of 5%. Discount of 5%, tax 50%. Okay, calculate cost of debt. Now let's look at this. And then what is different in this? Let's write the formula. KD is equal to I into 1 minus T whole divided by NP into 100. ഇതിനകത്ത് ഇൻട്രസ്റ്റ് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്. 1,08,000. സോ 8,000. 1 minus T. 1 minus ടാക്സ് പറയുന്നത് 0.5 ഡിവൈഡഡ് ബൈ ഇവിടെ നെറ്റ് പ്രൊസീഡ്സിന് എന്ത് പറ്റുന്നു? 1 lakh ഉണ്ടായിരുന്ന ഈ പറഞ്ഞിട്ടുള്ള ഡിബെഞ്ചർ ഓക്കെ ഡിമാൻഡ് ഇല്ലാത്തത് കാരണം നമ്മൾ 95 നമ്മൾ എന്ത് ചെയ്യുന്നു 5% കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ക്ലിയർ? ബിക്കോസ് ദർ ഇസ് എ ലിറ്റിൽ ലോസ് ഓഫ് എന്താ പറയുക ഡിമാൻഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിസ്കൗണ്ടിന് ഓഫർ ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇത് എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് 1 lakh into 95 5% ഡിസ്കൗണ്ട് അല്ലേ. സോ 95/100 എന്താ സംഭവിക്കുന്നത് അവിടെ? That is 1 lakh divided by 95. So it is 95,000. Clear? NP is 95,000 into 100. So that is 8,000 into ഇവിടെ 1 minus 0.5 എന്ന് വെച്ചാൽ ഇവിടെ 0.5 തന്നെയാണ് വരുന്നത്. സോ 8,000 into 0.5 എന്ന് പറയുന്നത് 4,000. 0.5 എന്ന് വെച്ചാൽ ഹാഫ് അല്ലേ. സോ 4,000 divided by 95,000 into 100. Okay. That is equal to 4.21%. Now ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഓക്കെ ഈ തേർഡ് വണ്ണും ഫസ്റ്റ് വണ്ണും ഒന്ന് ശ്രദ്ധിച്ചേ. വാട്ട് ഹാസ് ഹാപ്പൻഡ്? തേർഡ് വൺ ഫസ്റ്റ് വൺ വലിയ ഡിഫറൻസ് ഇല്ല ടാക്സ് റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ. ആ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാറിലാണ്, ഇത് ഡിസ്കൗണ്ടിലാണ്. വെൻ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആരാ സഫർ ചെയ്യുന്നത്? ആർക്കാണ് കോസ്റ്റ് കൂടുന്നത്? കമ്പനിക്കാണ് കൂടുന്നത്. കാരണം എന്താണ്? ഡിമാൻഡ് ഇല്ലാത്ത നമുക്ക് നെറ്റ് പ്രൊസീഡ്സിലായിട്ട് കിട്ടുന്നത് ആ കൂടി 95,000 ആണ്. ഓക്കെ, പക്ഷേ ഇൻട്രസ്റ്റ് നമ്മൾ 8,000 കൊടുക്കണം. പാറിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? 8,000 ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ 1,00,000 വേണ്ടിയിട്ട് 1,00,000 കിട്ടിയിട്ടാണ്. ക്ലിയർ? ഇവിടെയാണെങ്കിലോ 8,000 നമ്മൾ കൊടുക്കുന്നത് 1,10,000 കിട്ടിയിട്ടാണ്. ക്ലിയർ? അതുകൊണ്ടാണ് നമുക്ക് കോസ്റ്റ് ഇവിടെ കുറയുന്നത്. പ്രീമിയം വരുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയാൻ കാരണം എന്താ? നമുക്ക് കൂടുതൽ പൈസ കുറവ് പലിശയ്ക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ? സോ ദിസ് ഇസ് ദി these three represents 3 scenarios: par, premium, discount. Now let's do one last final problem. Okay, D Limited issues 2 lakh 9% debentures at a premium of 10%. Flotation cost are 2%, tax 60%. Calculate cost of debt. Okay, now ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഒരു പുതിയ എലമെൻറ്റ് വരുന്നുണ്ട്. നമുക്കൊരു ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് 2% വന്നിട്ടുണ്ട്. സോ ഇതിൽ ചെറിയൊരു വേരിയേഷനിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ലെറ്റ്സ് സീ ഹൗ വി ഡു ദാറ്റ്. ഇപ്പോൾ ദ ഫോർമുല ഇസ് ദ സെയിം. KD is equal to 1 into I into 1 minus
T divided by NP into 100. ഇനി എൻ പി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ പുലിവാലുകൾ മുഴുവൻ വരാൻ പോണത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ വി ലുക്ക് അറ്റ് എൻ പി. എൻ പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? റിമെമ്പർ ദി ഫോർമുല ദാറ്റ് ഐ സെഡ്, ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം. നമ്മൾ ഈ കേസിൽ പ്രീമിയം ആണല്ലോ, സോ പ്ലസ് പ്രീമിയം മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ക്ലിയർ? ഫേസ് വാല്യൂ എത്രയാണ് വരുന്നത്? 2 lakh ആണ്. 2 lakh ഇസ് ദി ഫേസ് വാല്യൂ. പ്ലസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ 10% ഓഫ് 2 lakh ആണ്, സോ ദാറ്റ് ഇസ് 20,000 മൈനസ് ദി ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2%. നെറ്റ് പ്രൊസീഡ്സിൻ്റെ ഇതുവരെ ഈ സെക്ഷൻ ആണ് നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് അസ്യൂം ചെയ്യുക, അതിൻ്റെ 2%. ക്ലിയർ? സോ 2,20,000 2%. 2 divided by 2% എന്ന് പറയുമ്പോൾ 2/100 into 2,20,000. ക്ലിയർ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ നെറ്റ് പ്രൊസീഡ്സ് കിട്ടും. ദാറ്റ് ഈസ് 2 lakh, it comes to 2,15,600. Okay, this is your net proceeds. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോവാം. സോ വാട്ട് ഈസ് ദി ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9% ഫോർ 2 lakhs. 2 ലക്ഷം ഉപയോഗിക്കാനായിട്ട് 9% കൊടുക്കണം. ദാറ്റ് ഈസ് 18,000 ഇൻറ്റു 1 minus T, 60% അല്ലേ? സോ 1 minus 0.6, ദാറ്റ് ഈസ് 0.4 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 2,15,600. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വരണേ? ഇൻറ്റു 100 മറക്കണ്ട, ദാറ്റ് ഈസ് 3.34%. ഓക്കെ, 3.34%. Now hope you've understood how we calculate the fixed cost in this case. Okay, fixed cost അല്ല, സോറി, your flotation cost കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. Now ശ്രദ്ധിക്കുക, flotation cost must be on the basis of net proceeds. Okay, net proceeds എത്രയാണോ അതിൻ്റെ ഈ 2,20,000 എങ്ങനെ കിട്ടിയ 2 lakh plus your premium 20,000. നമുക്ക് കിട്ടിയ എമൗണ്ടിൻ്റെ പുറത്താണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നത്. ക്ലിയർ? സോ this is your answer. Cost of debt is 3.34. So hope you are clear on this concept. ഇപ്പോൾ നമ്മൾ ചെയ്തത് cost of irredeemable debt ആണ്. Okay, so thank you.